മറുമൊഴിക്കായി ജിനൻ മാഷെ ക്ഷണിക്കുന്നു. ഏതായാലും മറുപടിക്ക് നിൽക്കുമ്പോൾ സമയമില്ലാത്തൊരവസ്ഥ കാണും. കുറേ പറയാനുണ്ട്, പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഇട്ടപ്പോൾ തന്നെ എൻ്റെ സഹയാത്രിക കൈകൊണ്ട് വിലക്കി അത് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കാൻ പറ്റുമോ? കാരണം പറയാനെന്ന് വെച്ചാൽ ഇവിടെ നന്ദി എന്നല്ല, ഇവിടെ പറയാനൊരു നന്ദി എന്നുള്ള വാക്ക് അധികപ്പറ്റാണ്. അതിൽ ഇത്രയും ഇങ്ങനെ ഒരു ആഘോഷിച്ച് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടാണ്. കാരണം ഇങ്ങനെ എത്രയോ കുട്ടികൾ, ഞാൻ നന്ദി പറയേണ്ടത് ആദ്യം പറഞ്ഞ ഈ കുട്ടികൾക്കാണ്. എൻ്റെ കാലം ഇവിടെ കുട്ടികളാണ് എൻ്റെ സമ്പത്ത്. അവരുടെ അത് നന്ദി ആദ്യം പറയേണ്ടത്. പിന്നെ ഈ നിമിഷങ്ങൾ കാലം കാത്തുവെച്ച, എനിക്ക് വേണ്ടി കാത്തുവെച്ച നിമിഷങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ നിമിഷത്തിന് വേണ്ടി ഇത് എൻ്റെ 50 വർഷത്തെ എഴുത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനവിടെ പറഞ്ഞു പോയി. അങ്ങനെയാണ് ഇവിടെ ഈ കാലിശിക എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ്. ആ വീടിൻ്റെ നായകനായിട്ടുള്ള രാവുണ്ണി മാഷ് പറഞ്ഞു ഇവിടെ ആഘോഷം. ഞാൻ പറഞ്ഞു വേണ്ട, പക്ഷെ പറഞ്ഞതാണ് ജിനം മാഷ് ഈ കുട്ടിക്കവിത ബാലസാഹിത്യം എന്ന് പറഞ്ഞിട്ട് ചാപ്പ കുത്തപ്പെട്ട ഒരാളായതുകൊണ്ട് അതല്ലാതെ തെളിയിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് കവിതകളൊക്കെ വന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം ആണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വീടാണ് എൻ്റെ ഗീതസംഗീതം വീട്. അവരും വന്നു കുറേ പുതപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ സന്തോഷമുണ്ട്. അവരോട് നന്ദി പറയുന്നത്. ജയരാജ് വാര്യരൊക്കെ ഉണ്ടല്ലോ, അത് കാര്യം പറയുന്നു. പിന്നെ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൂട്ടം ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് ആദ്യം തന്നു. ശരിക്ക് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ആളായി സുനിൽ പി മതിലകമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്, ഉണ്ണിക്കിനാവ്. അത് പ്രകാശം ചെയ്ത MT വാസനാരൻ പേരുടെ കൂടെ ഉണ്ട്. MT വാസനാരൻ ആയിരുന്നു. അതിന് PT ഭാസ്കര പണിക്കർ അവാർഡ് കിട്ടുകയും ആദ്യത്തെ പുസ്തകം. അങ്ങനെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ഒരു കഥയും തുടക്കം അങ്ങനെയാണ്. അങ്ങനെ സന്തോഷം കൂടിയാണ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ അച്ഛനെയാണ്. എൻ്റെ അച്ഛൻ്റെ കൂടിയാണ് ഞാനിങ്ങനെ അക്ഷരങ്ങളിലേക്ക് വരാൻ കാരണം. ഈ അച്ഛൻ നോവലൊക്കെ എഴുതും. ഇവിടെ ഈ സാഹിത്യകട മെയിൻ ഹാളിൽ അച്ഛൻ കുറച്ച് നാൾ ആ ചുമരിൽ തൂങ്ങിക്കിടന്നു. അച്ഛൻ്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ ചിത്രം അവിടെ ഉണ്ടായിരുന്നു, ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മ എനിക്ക് അവിടെ ചെല്ലുമ്പോഴൊക്കെയുണ്ട്. ആ ചുമരുമ്മൽ അങ്ങനെ അതിൻ്റെ പെയിൻറ്റിങ് മദറിനാണ്, ആർട്ടിസ്റ്റ് മദറിനെ വരച്ചൊരു പെയിൻറ്റിങ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി പുതിയ ആൾക്കാർ മരിക്കുമ്പോൾ അത് മാറ്റുമല്ലോ, അങ്ങനെയാണ് അതൊക്കെ പോയത്. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. തൃശ്ശൂരിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓർമ്മ അങ്ങനെയാണ്. പിന്നെ ആകാശവാണിയൊക്കെ വരുന്നത് ഓർമ്മകളൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഈ രാവുണ്ണി മാഷ് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം ഇങ്ങനെ ആദരം. മരിച്ചു കഴിഞ്ഞിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് കേൾക്കാൻ ആളുണ്ടാവില്ലോ എന്ന് ഒരു കാര്യം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് കീറ്റ്സ് എന്നുള്ള കവി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആരും അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്ലറ, എപ്പിറ്റാഫ് എന്നറിയാം, കല്ലറയിൽ ഇങ്ങനൊരു വാചകം എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ആ വാചകം ആണ്, ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം ഈസ് റിട്ട് ഇൻ വാട്ടർ. ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം ഈസ് റിട്ട് ഇൻ വാട്ടർ. വെള്ളത്തിൽ എഴുതപ്പെട്ട ഒരാളാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ അവസ്ഥ വന്നില്ലല്ലോ. ഞാൻ പറയും ഇപ്പം അങ്ങനത്തെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വേണ്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു 4 പ്രാവശ്യം മരിച്ചു കഴിഞ്ഞ ആളാണ്. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് അപകടങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഡോക്ടർമാർ 24 മണിക്കൂർ സമയം പറഞ്ഞ ഒരു 4 അവസ്ഥ ഉണ്ടായിരുന്നു. എൻ്റെ മേത്ത് ടാക്സി ബൈക്ക് ഇടിച്ചിട്ട് തെറിപ്പിച്ച ആൾ പോയി. ഞാൻ ചോര വാർന്ന് കിടക്കുമ്പോൾ എന്നെ കണ്ണിനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും. അപ്പം എൻ്റെ ഇങ്ങനെ ഒരു ജിനം മാഷ് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന്
പറഞ്ഞിട്ട് എൻ്റെ സഹയാത്രിക ചാലക്കുടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് മെസ്സേജ് പോയിട്ട് എടുത്തില്ല. പിന്നീട് എന്തായാലും വിളിച്ച് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ അപ്പോഴാണ് മീര ടീച്ചർ വന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ കിടക്കണ ചോര വളർന്നിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ എൻ്റെ മരുമോള് പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 24 മണിക്കൂർ എനിക്ക് ജീവിതമുള്ളൂ, എൻ്റെ പേരക്കുട്ടിനെ കാണാനൊക്കെ ഒരു ഭാഗ്യം എനിക്കില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ജീവിച്ച് ഞാൻ വന്നു. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ ഒരു ഓർമ്മ, അതുപോലത്തെ ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുങ്ങത്ത് താമസിക്കുമ്പോഴാണ് എൻ്റെ വയറ് വയ്ക്കുക. അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഷാർജയിലേക്ക് ഒരു പരിപാടിക്ക് ടിക്കറ്റും വിസയും വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ എൻ്റെ ശക്തമായ വേദന വന്നിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് സീരിയസ് അസുഖമാണ്, ഇയാൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്നു. ഞാൻ കേട്ടില്ല. അപ്പം എൻ്റെ അവരെ കേട്ട് അവർ പേടിച്ചു. ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവർക്ക് ടാറ്റ കൊടുത്തു. അപ്പോൾ എൻ്റെ മകനൊക്കെ പൊട്ടിക്കരഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടു ടാറ്റ കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്കറിയില്ല, എൻ്റെ ഇവിടെ വേറെ ഓപ്പൺ കീറിക്കളഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഡോക്ടർ പറയണത്രേ, ഞങ്ങൾ ഉദ്ദേശിച്ച രോഗമായിരുന്നില്ല ഈ രോഗം. എൻ്റെ വയറ് മുഴുവൻ കീറി കളഞ്ഞിട്ട് ഡോക്ടർമാർ പറയണേ ഇതായിരുന്നില്ല. കാരണം മീര പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പെട്ടെന്ന് ഇന്ന് രാത്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെ ആലോചിക്കാനുണ്ട്. എനിക്ക് വേറൊരു ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് വിളിച്ച് ചോദിച്ചു, മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോൾ ഈ രോഗം എങ്ങനെ എന്തൊരു പേരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവരണം, ഈ രോഗമാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ തന്നെ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്ര വയസ്സായിട്ട് ഈ ഒരു കാലത്തിന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചില ഒരു കാര്യങ്ങളുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമാണ്, മരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ലാവണ്യ മാഷോടൊത്തല്ലായി കാവ്യശിക കുടുംബത്തോടും എല്ലാവരും എൻ്റെ ഓരോ പേരെടുത്ത് പറയാനില്ല. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഉണ്ട്, മാഷൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ രാത്രി പകലിലാണ്ട് ഇതിൻ്റെ പ്രചാരണത്തിലൊക്കെ ആയിരുന്നു. അവിടെ നന്ദി പറയുമ്പോൾ അവിടേക്ക് നന്ദി പറയാം. ആ നന്ദി പറയേണ്ടത് എൻ്റെ കുടുംബത്തോട് തന്നെയാണ്. എൻ്റെ ഒരു ഇതായി. പിന്നെ അച്ഛനെ പറയാൻ ഓർമ്മിക്കാണ്ട് പറ്റില്ല. കാരണം ഈ കവിതയും പാട്ടും നാടകവും ഒക്കെ എന്നിലേക്ക് ഒഴിച്ചത് എൻ്റെ അച്ഛൻ EVG എന്ന പേരിലാണ്. എൻ്റെ അച്ഛനെ കുറിച്ചൊരു എന്നെക്കുറിച്ച് കവിത. എൻ്റെ അച്ഛനൊരു കവിത എഴുതിയത് കളിവണ്ടിയിൽ എന്നൊരു കവിത ഉണ്ട്. അതിൽ ഞാനാണ് കഥാപാത്രം. ഞാൻ കുട്ടിക്കാലത്ത് വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ അച്ഛൻ കാണുന്ന ചില കാഴ്ച എന്നോട് പറയുന്നത്, കളിവണ്ടിയിൽ മോൻ വരണു. തുടക്കം തന്നെ എങ്ങനെയാണ്, ദീർഘിയുടെ കൂടാവിലൂടെ പറയുന്നത് പോയി കാര്യങ്ങൾ. കവി ഞാൻ കടിഞ്ഞാണിൻ പിടിവിട്ടോടും മനോരഥത്തിലെങ്ങാണ്ടൊക്കെ കറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ മോൻ ജിനനൊരു ചക്രവും കോലും കൊണ്ട് വണ്ടിയൊന്നോടിക്കുന്നു തളരാതുടറാതെ. വണ്ടനാം ബസ്സാണവൻ ഓടിപ്പത്, അതിൻ ഡ്രൈവർ കണ്ടക്ടർ പാസഞ്ചർമാരും എല്ലാവരും അവൻ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കവിത വന്നു, എൻ്റെ പേര് ഇട്ടിട്ട്. അങ്ങനെ കൊടി കാണുമ്പോൾ, അന്ന് എൻ്റെ വീട് കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ആ ചുവന്ന കൊടി കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഞാനത് ഈ മാവിൻ്റെ മോടിൽ കയറിയിട്ട് കൊടി പറത്തും. അപ്പോൾ ജാഥ വരുമ്പോൾ ഞാൻ ജാഥയ്ക്ക് കോട്ടയെന്ന് വയ്ക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ അതിൽ കവിതനുണ്ട്. ജാഥയ്ക്ക് പോകാം ഞാൻ, കൊടിയെന്നച്ഛ തന്നെ വേഗമാകട്ടെ, വേണമെങ്കിൽ അച്ഛനും കൂടെ പോകും ഞാൻ ചോദിക്കുന്നു പറയുന്നില്ല. പിന്നെ എന്ത് ജാഥയ്ക്ക് പോക്കോ എന്ന് ചൊല്ലി അവൻ നടന്നെത്തി കണ്ടവരുണ്ടോ? ഊക്കനാളുകൾക്കുള്ള കളിയാണിത് മോൻ്റെ പീക്കിരി കയ്യിൽ ഈ കൊടിക്കൂറ ഒതുങ്ങില്ല എന്ന് പറയും. എൻ്റെ അപ്പോൾ
പൂക്കനാളെ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഈ പീക്കിൽ കണ്ണിന് കൈ ആ രാജയുടെ കാര്യം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓർമ്മ എഴുതുകളിലാണ് കാണുന്നത്. പിന്നെ അച്ചാച്ചനൊക്കെ ഈ യുക്തിവാദി നിരീശ്വരവാദിയായിരുന്നേ. ആ നിരീശ്വരവാദം കേട്ടിട്ടാണ് എ.വി. വേലിക്കുട്ടി എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടർച്ചയായിട്ട് വിവാദം ഉണ്ടാക്കിയ എഴുതിയാണ്. പിന്നെ മുർക്കോത്ത് കുമാരൻ്റെ ഇതൊക്കെ യുക്തിവാദ ഒരു ആളായിരുന്നു. ഞങ്ങളെ യുക്തിവാദം പഠിപ്പിച്ചത് ആ മുത്തച്ഛനായത് അപ്പാപ്പനായിരുന്നു. അപ്പാപ്പനൊരു മന വാങ്ങിച്ചു. ആ മന വലിയ പറമ്പ് വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ഇരുന്നിട്ട് ഉള്ള കാശ് ക്ലർക്കായിരുന്നു ജോലിക്കാരൻ, ബ്രിട്ടീഷുകാരുടെ ക്ലർക്ക്. അദ്ദേഹത്തിൻ്റെ ആ കാശ് കൊണ്ട് മേടിച്ചിട്ട് വീട്ടിലാണ് താമസിക്കുന്ന വീട്. അപ്പോൾ അദ്ദേഹം ഈ വീട് കാണിച്ചപ്പോൾ കണ്ടത് ഈ വീടിന് ചുറ്റും കുറേ കല്ലുകൾ ദൈവങ്ങളാണ്. അപ്പോൾ ചോദിച്ചു എന്തിനീ ദൈവങ്ങൾ ഇവിടെയൊക്കെ? ഇതിനാവശ്യം ഇതെല്ലാം ചവിട്ടുപടിയാക്കാൻ പറയും. ഇതൊക്കെ ഇളക്കി മറിച്ചിട്ട് ഞങ്ങൾ ചവിട്ടുപടിയാക്കിയിട്ടുള്ള കല്ലാക്കി മാറ്റിയ ആളാണ്. ഇങ്ങനെ കുറേ പാരമ്പര്യമുണ്ട്. പിന്നെ എനിക്ക് നാട്ടിപ്പോൾ നിങ്ങളൊക്കെ കൂടെ തന്നെ എൻ്റെ സഹയാത്രിക എന്ന് പറയുന്നത്, സഹയാത്രിക എൻ്റെ കൂടെ എത്രയോ കാലം നടന്നു. ജീവിതത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് എങ്ങനെ കൊണ്ടു നടന്നു. അപ്പോൾ മീര ടീച്ചറില്ലെങ്കിൽ ഞാൻ എൻ്റെ ചില ഈ ലോകം തന്നെ അടച്ചിട്ടിങ്ങനെ എൻ്റെ കുണ്ട് പ്രശ്നത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഭോപ്പാലിലൊക്കെ പോയിട്ട് കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. കവി സമ്മേളനം ഞാൻ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ്, ദർ ഇസ് എ പോയറ്റ് ഫ്രം കേരള, ഈ പ്ലീസ് കം ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെൻറ്റ് മോളിൽ നിന്ന്. അവിടെ ഹിന്ദി കവികളൊക്കെ, മഹത്തായ കവികളൊക്കെ കവി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു നിന്നിട്ട് ഞാനങ്ങനെ ചെന്നപ്പോൾ എനിക്ക് ഒന്നും പറഞ്ഞില്ല, നേരത്തെ പറയാണ്ട് എന്നെ കൊണ്ട് മുകളിൽ ഇരുത്തി ആദ്യം എന്നെ വിളിച്ചു. ഞാൻ കണ്ടിട്ട് എനിക്കൊന്നും അറിയില്ല, ഞാൻ മലയാളം അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ഒരു കവിത ചൊല്ലാം, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് ഈ കുരുത്തോലക്കിളി ഓർമ്മ വന്നിട്ട് ഞാനത് പറഞ്ഞു. അതിൻ്റെ എന്താണ് കുരുത്തോല പറയും, ഇംഗ്ലീഷ് പറഞ്ഞു, ഇതാണ് കുരുത്തോല ഉണ്ട്. അപ്പം ഞാൻ പതുക്കെ പാടി അങ്ങനെ പാടിയപ്പോൾ കുരുത്തോല കൊണ്ടു ഞാൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളി ചന്തം ഇടഞ്ഞുണ്ടാക്കി എന്ന് പാടിയപ്പോൾ എല്ലാവരും നിശബ്ദമായി എല്ലാവരും ഒന്ന് പറഞ്ഞു, ഇപ്പോൾ മ്യൂസിക് ഹാസ് നോ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഒരു അവാർഡ് കിട്ടിയത്. പിന്നെ പറയാനുള്ള കുഞ്ഞുണ്ണി മാഷ ഓർക്കാണ്ട് പറ്റില്ല. എത്ര തന്നെയായിരുന്നു കുഞ്ഞുണ്ണി മാഷക്ക് എൻ്റെ കവിത കൊടുത്തിട്ട് മാതൃഭൂമി ബാലപത്രിക അയച്ചിട്ട് ഞാൻ മടക്കി അയക്കാൻ കവർ വയ്ക്കും, സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട്. പക്ഷേ അത് ഉപയോഗിക്കാണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവറിൽ ഒരു ലെറ്റർ പാഡിൽ മാഷൊരു രണ്ട് കുറിപ്പ്, നല്ല കവിതയാണ് പ്രസിദ്ധീകരിക്കുന്നത് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പുണ്ട്. പിന്നെ മാഷെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാഷ് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ മുറിമുണ്ടെടുത്ത് നടന്ന് വരുന്നത് പറഞ്ഞു എന്നെ കാണാനായിട്ട്. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ ആ കുഞ്ഞുണ്ണി മാഷ് കണ്ടൊന്നും എൻ്റെ 50 വർഷം ആഘോഷിക്കാൻ പറ്റില്ല. അത്രമാത്രം എൻ്റെ വീട്ടിൽ ഒരുമിച്ച് നടക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുള്ളൊരു കുഞ്ഞുണ്ണി മാഷ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടാണ്. കിറുക്കൻ കവിതകളല്ലേ പക്ഷേ ഒരു തീപ്പെട്ടിക്കൊള്ളി തരൂ, ബീഡി തരൂ, വിരൽ തരൂ, ചുണ്ട് തരൂ, ഞാനൊരു ബീഡി വരച്ച് രസിക്കരുത്, അതിലൊന്നുമില്ല. അതാണ് കവിത. എനിക്ക് ഒന്നുമില്ല, എനിക്കില്ലാത്തുണ്ടാക്കലാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളി തരൂ, ബീഡി തരൂ, കൂട് തരൂ, വിരൽ തരൂ, ചുണ്ട് തരൂ, ഞാനൊരു ബീഡി വരച്ച് രസിക്കട്ടെ. ഇങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതിയ ആളെ ആഗ്രഹം വെക്കേണ്ടി പറ്റില്ല. പിന്നെ അങ്ങനെയാണ് കുറേ പറയാനുണ്ട്. എൻ്റെ പേരിൽ കവിത എഴുതിയിട്ടുണ്ട്, അതൊരു ആഴ്ചപ്പതില്ല. പിന്നെ അച്ഛൻ എന്തായാലും ഇത്ര നേരം അതിക്രമം 5:30 ആയിട്ടുണ്ട്. ഇനി ഞാൻ അധികപ്രസംഗം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു അസ്വസ്ഥനാവും, പലരും ബാഗൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇനി ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനൊരു പതുക്കെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു ടാറ്റ